വി സ്റ്റാർട്ട് 2D DFT അല്ലേ. DFT 2D DFT എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. We have written that equation and similarly we have been discussing the properties of 2D DFT, right? അപ്പോൾ അതിൽ നമ്മൾ പ്രോപ്പർട്ടീസിൽ എന്തൊക്കെ പ്രോപ്പർട്ടീസാണ് പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ? എന്തൊക്കെ പ്രോപ്പർട്ടീസാണ് പറഞ്ഞത്? സെപ്പറബിൾ പ്രോപ്പർട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, പിന്നെ സിമെട്രിക് ആൻഡ് യൂണിറ്ററി പ്രോപ്പർട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ എന്താണ് ഇത് ഈ 2D DFT ഒരു യൂണിറ്ററി ആണോ അല്ലയോ എന്നുള്ളൊരു പ്രൂഫ് ഉണ്ട്. അപ്പോൾ അതും അതിൻ്റെ കൂടെ നമുക്ക് ജസ്റ്റ് നോക്കാം എന്താണെന്ന്. ഓക്കെ, അപ്പോൾ അത് താഴെ നിങ്ങൾ എഴുതിക്കോളൂ. ജസ്റ്റ് check whether the DFT matrix is unitary or not. Check whether the DFT matrix is unitary or not. അപ്പോൾ നമുക്ക് യൂണിറ്ററി ആണോ അല്ലയോ എന്ന്, DFT മെട്രിക്സ് യൂണിറ്ററി ആണോ അല്ലയോ എന്ന് നമുക്ക് നോക്കണം. DFT മെട്രിക്സ് യൂണിറ്ററി ആണോ അല്ലയോ എന്ന് നോക്കണം. ഓക്കെ, അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു ഗെറ്റ് ദ യൂണിറ്ററി DFT മെട്രിക്സ്. ഓക്കെ, നമ്മൾ എങ്ങനെ DFT മെട്രിക്സ് കണ്ടുപിടിക്കും? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു 4x4 മെട്രിക്സ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് DSP പഠിക്കുന്ന സമയത്ത് ഒരു DFT മെട്രിക്സ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. DFT മെട്രിക്സ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഓർക്കുന്നുണ്ടോ? എന്താണെന്ന്? ഞാനതിന് F എന്നോർത്ത് പേര് കൊടുക്കണം കേട്ടോ. F എന്താ മെട്രിക്സ് ഓർക്കുന്നുണ്ടോ അഭിജിത്ത? ഏത്? N4 ആയിരിക്കുന്ന സമയത്തുള്ള ഒരു മെട്രിക്സ് നമ്മൾ കണ്ടു. ഏത്? അത് ഓർമ്മയില്ല. 1 1 1 എന്നെല്ലാം വരുന്നത്. അത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് എന്ത് ചെയ്യുക, എക്സ് ഓഫ്, അതായത് 1 ഡയമെൻഷണൽ DFTന്റെ ഇക്വേഷൻ എഴുതുക. എക്സ് ഓഫ് കെ എന്തായിരുന്നു? സമ്മേഷൻ n is equal to 0 to n minus 1 x of n into e raised to minus j 2 pi n k by n അല്ലേ. ഇത് നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, കെന്റെ വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് എക്സ് ഓഫ് സീറോ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്ത് വരും? യു വിൽ ഗെറ്റ് സ്മോൾ x of 0 plus x of 1 plus x of 2 x of 3 എന്ന് കിട്ടും. എന്നിട്ടുള്ള ഇതിന്റെ കോയിഫിഷ്യൻസ് ഏതൊക്കെയാ? ഈ എക്സിന് വരുന്ന കോയിഫിഷ്യൻസ് ഇവിടെ വരുന്നത് എന്താണ്? 1 1 1 1. അതാണ് നമ്മൾ ആദ്യത്തെ റോ ആയിട്ട് ഇവിടെ എഴുതുക. ഓർമ്മയില്ലേ? ഇനി അടുത്തല്ല എന്ത് ചെയ്യാം, കെന്റെ വാല്യൂ, ഇപ്പൊ കെന്റെ വാല്യൂ നമ്മൾ 1 ഇതാക്കിയത് അല്ലേ. കെന്റെ വാല്യൂ എന്ന് പറഞ്ഞത് 1 ആയിരുന്നു, 0 ആയിരുന്നു. ഇപ്പൊ കെന്റെ വാല്യൂ 1 ആക്കുക. അപ്പൊ നമുക്ക് കിട്ടും അടുത്ത റോ കിട്ടും. അങ്ങനെയായിരുന്നു നമ്മൾ കണ്ടുപിടിച്ചത്. അഥവാ നിങ്ങൾക്ക് കണ്ടുപിടിക്കണമെങ്കിൽ അതൊന്ന് റീകോൾ ചെയ്യുക. ഓക്കെ, അപ്പൊ 1 1 1 1 1 മൈനസ് ജെ മൈനസ് 1 ജെ, പിന്നെ എന്തായിരുന്നു? 1 മൈനസ് 1 1 മൈനസ് 1 1 ജെ മൈനസ് 1 മൈനസ് ജെ. ഓക്കെ, ദിസ് ഈസ് ദ DFT മെട്രിക്സ്. അപ്പൊ ഇത് നമുക്ക് എന്നാ പ്രൂവ് ചെയ്യേണ്ടത്? DFT മെട്രിക്സ് ഇത് നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് 4x4 മെട്രിക്സ് എടുത്തേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 5x5 മെട്രിക്സോ 6x6 മെട്രിക്സോ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. എന്നിട്ട് പ്രൂവ് ചെയ്യാം യൂണിറ്ററി ആണോ അല്ലയോ എന്ന്. അപ്പൊ എന്താണ് യൂണിറ്ററി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി? എന്താണ്? എന്താ യൂണിറ്ററി പ്രോപ്പർട്ടി? അതായത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ കോൺജുഗേറ്റ് കാണോ, കോൺജുഗേറ്റ് ആയിട്ട് ട്രാൻസ്പോസ് കാണോ അല്ലേ. അപ്പൊ എന്തായിരിക്കും? നമ്മൾ പഠിച്ചു യൂണിറ്ററി എന്താണെന്ന് അല്ലേ. അതായത് അതെന്തായിരിക്കണം? അതിന്റെ ഇൻവേഴ്സ് ആയിരിക്കണം. അപ്പൊ അതാണ് നമ്മുടെ എന്തെന്ന് യൂണിറ്ററി ആണെന്ന് പ്രൂവ് ചെയ്യുക. അതായത് ഓക്കെ, അപ്പൊ നമുക്ക് അത് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യാം, ഇതിന്റെ കോൺജുഗേറ്റ് കാണും, എഫിന്റെ കോൺജുഗേറ്റ് കാണും.
അല്ലേ? അതിനുശേഷം എന്ത് ചെയ്യുക? അതിന്റെ ട്രാൻസ്പോസ് ആണോ? അപ്പൊ എഫ് കോൺജുഗേറ്റ് എഫ് ട്രാൻസ്പോസ് ഇത് കാണും. നമ്മൾ ഓൾറെഡി പഠിച്ച വേറൊരു കാര്യമുണ്ട്. ഈ ഡി എഫ് ടി മെട്രിക്സിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പം എഫും എഫ് ഇൻവേഴ്സും ഇത് തന്നെയാണ്. എഫ് ഇസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കിട്ടേണ്ട മെട്രിക്സ് ആക്ച്വലി കോൺജുഗേറ്റ് എടുത്ത് ട്രാൻസ്പോസ് എടുത്ത് ചെയ്താൽ കിട്ടേണ്ട മെട്രിക്സ് ഇത് തന്നെയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അഭിജിത്ത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്ത് ചെയ്യാ? ഫസ്റ്റ് ഇതിന്റെ കോൺജുഗേറ്റ് കാണാം. ആഫ്റ്റർ ദാറ്റ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ട്രാൻസ്പോസ് ഓഫ് ദ കോൺജുഗേറ്റ് മെട്രിക്സ്. അപ്പം എന്നിട്ട് നിങ്ങൾക്ക് എഫ് തന്നെ കിട്ടുന്നുണ്ടോ നോക്കാം. അല്ലെങ്കിൽ വേറെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പം എന്താണ് ഇപ്പം എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നതാണ് നമ്മൾ എഫ് കോൺജുഗേറ്റ് ഇൻറ്റു ട്രാൻസ്പോസ് എന്ന് കിട്ടിയതല്ലേ. എഫ് കോൺജുഗേറ്റ് ട്രാൻസ്പോസ് എഫ് ഇൻവേഴ്സ്. ഇത് ഒന്നിക്കൽ നമുക്കിപ്പം ഈ കേസിൽ എഫ് ഇൻവേഴ്സും എഫ് ഈക്വൽ ആയതുകൊണ്ടാണ് നമുക്ക് ഇതുവരെ നിർത്താൻ പറ്റുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കോൺജുഗേറ്റ് കണ്ട ശേഷം ഈ മെട്രിക്സിന്, അതായത് എഫ് കോൺജുഗേറ്റ് ട്രാൻസ്പോസും നമ്മുടെ നിങ്ങൾ കണ്ടുപിടിച്ചു. അതിന് നമുക്ക് വേണമെങ്കിൽ ഇപ്പം ഹെർമീഷ്യൻ മെട്രിക്സ് തന്നെ വിളിക്കുക ജനറലി. അതായത് ഞാൻ പറഞ്ഞുതരാം ഒന്നുകൂടി. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട യൂണിറ്ററി പ്രോപ്പർട്ടിയാണ്. യൂണിറ്ററി പ്രോപ്പർട്ടി എന്താണ്? എഫ് ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു എഫ് കോൺജുഗേറ്റ് ഇൻറ്റു എഫ് കോൺജുഗേറ്റ് ട്രാൻസ്പോസ്. ഇതാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെ വേണം? ഒന്ന് എഫ് ഇൻവേഴ്സ് കണ്ടുപിടിക്കണം, പിന്നെ ഈ സംഭവം കണ്ടുപിടിക്കണം, അത് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യം ഈ സൈഡ് നോക്കുക. അപ്പം എഫ് അറിയാം നമുക്ക്, എഫ് കണ്ടുപിടിച്ചു, നമ്മൾ എഫ് കോൺജുഗേറ്റ് കണ്ടുപിടിച്ചു, എഫ് ട്രാൻസ്പോസ് കണ്ടുപിടിച്ചു. അപ്പൊ ഈ സൈഡായി അല്ലെ. അപ്പൊ ഇനി ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എഫ് ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അപ്പൊ എഫ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഹെർമീഷ്യൻ മെട്രിക്സ് എന്ന് പറയും കേട്ടോ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മെട്രിക്സിനെയാണ് ഹെർമീഷ്യൻ മെട്രിക്സ്. ഓക്കെ, അപ്പൊ ഹെർമീഷ്യൻ മെട്രിക്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മെട്രിക്സ് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയ ഈ മെട്രിക്സ് ഇതിനെ ഞാൻ എഫ് എച്ച് എന്ന് വിളിക്കാം. ഓക്കെ, എഫ് എച്ച് ഇൻറ്റു എഫ് എന്ന് പറയുന്നത് ഐഡന്റിറ്റി മെട്രിക്സ് ആണെന്ന് പ്രൂവ് ചെയ്താലും മതി. നമുക്ക് കിട്ടിയ എഫ് ഇൻറ്റു നമ്മളിപ്പോൾ കിട്ടിയ കോൺജുഗേറ്റ് അതിന്റെ ട്രാൻസ്പോസ് കിട്ടിയ മെട്രിക്സ് മൾട്ടിപ്ലൈറ്റ് ഐഡന്റിറ്റി മെട്രിക്സ് ആണെന്ന് പ്രൂവ് ചെയ്താലും അതും യൂണിറ്ററി പ്രോപ്പർട്ടിയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അഭിജിത്ത് ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, അതായത് ഒരു മെട്രിക്സിന്റെ ഹെർമീഷ്യൻ മെട്രിക്സ് കണ്ടുപിടിക്കുക. ഇപ്പൊ ഹെർമീഷ്യൻ മെട്രിക്സ് അതായത് ഇപ്പം എ ആണ് നമ്മുടെ മെട്രിക്സ് എന്ന് വിചാരിക്കും. ഒന്നുകൂടി ഞാൻ പറയാതെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എ ആണ് നമ്മുടെ മെട്രിക്സ് എന്ന് വിചാരിക്കുക. എ ആണ് മെട്രിക്സ്. ഓക്കെ, അപ്പം എ ഇൻറ്റു എ ഹെർമീഷ്യൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ. ഇതും യൂണിറ്ററിന്റെ വേറൊരു പ്രോപ്പർട്ടിയാണ്, യൂണിറ്ററി പ്രോപ്പർട്ടി എന്ന് പറയാം. ഓക്കെ, ഇനി ഇതിൽ എ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? എ എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? എ കോൺജുഗേറ്റ് ട്രാൻസ്പോസ് ആണ്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യാം. അപ്പം ഈ രീതിയിലാണെങ്കിൽ നിങ്ങൾ ഇൻവേഴ്സ് കണ്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യാം? ഇതിന്റെ കോൺജുഗേറ്റ് കാണും, ട്രാൻസ്പോസ് കാണും. അപ്പം ഹെർമീഷ്യൻ മെട്രിക്സ് കിട്ടി. ആ ഹെർമീഷ്യൻ മെട്രിക്സ് ഇൻറ്റു നമ്മുടെ ഒറിജിനൽ മെട്രിക്സ് എഫ് മൾട്ടിപ്ലൈ ചെയ്താൽ ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടുവാണെങ്കിൽ നമുക്ക് പറയാം ഡി എഫ് ടി മെട്രിക്സ് ഈസ് എ യൂണിറ്ററി ട്രാൻസ്ഫോം എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ ചെയ്ത് നോക്കുന്നു. കോൺജുഗേറ്റ് കാണോ, ട്രാൻസ്പോസ് കാണോ, ആ ട്രാൻസ്പോസ് കണ്ട മെട്രിക്സും നമ്മളെ കയ്യിലുള്ള എഫ് എന്ന് പറഞ്ഞ മെട്രിക്സ് മൾട്ടിപ്ലൈ ആയിട്ട് ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ 1 പിന്നെ ചിലപ്പം വേറെ ഏതെങ്കിലും ഒരു വാല്യൂ വരാം, അല്ലെങ്കിൽ ആ സ്കേലാർ വാല്യൂ ഇൻറ്റു ഐ ആയാലും മതി. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന മെട്രിക്സ് ഇപ്പൊ സപ്പോസിങ് ഇപ്പൊ ഇങ്ങനെ വരാണെങ്കിൽ ഇപ്പൊ 5 0 0 0 0 5 0 0 ഇങ്ങനെ മെട്രിക്സ് വരാം. എന്നാലും നമ്മുടെ ഇത് പ്രൂഫാണ്. 5 0 0 0 0 ഇങ്ങനെ ആയാലും മതി. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 5 ഇൻറ്റു 1 0 0 0 0 1. ഇതാണ് ഐഡന്റിറ്റി മെട്രിക്സ് കേട്ടോ. ഇങ്ങനെ പ്രൂവ് ചെയ്താലും മതി.
ഓക്കെ, അപ്പൊ ചെയ്ത് നോക്കുന്നു. ഇതിന്റെ കോൺജുഗേറ്റ് മാട്രിക്സ് എങ്ങനെ വരുമോ? എങ്ങനെ വരും ശിശിര? ഇപ്പൊ തന്നതിന്റെ കോൺജുഗേറ്റ് മെട്രിക്സ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുമോ? എഫിന്റെ കേൾക്കുന്നില്ലേ പറയുന്നത്? എങ്ങനെ കോൺജുഗേറ്റ് മെട്രിക്സ് കണ്ടുപിടിക്കുമോ? കോൺജുഗേറ്റ് സൈന് മാറുന്നതാണ്. സൈന് മാറ്റില്ല, നമ്മളെ കോൺജുഗേറ്റ് കണ്ടുപിടിക്കുക. ഓരോ വാല്യൂവിന്റെ കോൺജുഗേറ്റ് കണ്ടുപിടിക്കുക. വണ്ണിന്റെ കോൺജുഗേറ്റ് എന്താ? വണ്ണിന്റെ കോൺജുഗേറ്റ് എന്താ? എന്താണ് വണ്ണിന്റെ കോൺജുഗേറ്റ് എന്താ? കേൾക്കുന്നില്ലേ ശിശിര? എന്താണ് സൗമ്യ വണ്ണിന്റെ കോൺജുഗേറ്റ്? വണ്ണ് തന്നെ അല്ലേ? വണ്ണ് തന്നെ. അപ്പം നമ്മൾ ഓരോ എലമെന്റ്സിന്റെയും കോൺജുഗേറ്റ് കണ്ടുപിടിക്കോ. വണ്ണിന്റെ കോൺജുഗേറ്റ് മൈനസ് ജെന്റെ കോൺജുഗേറ്റ് എന്താ വരുമോ? മൈനസ് ജെന്റെ കോൺജുഗേറ്റ് എന്താ വരുമോ? അങ്ങനെ ഓരോ എലമെന്റിന്റെയും കോൺജുഗേറ്റ് കണ്ടുപിടിക്കും. എന്നിട്ട് അതിന്റെ ട്രാൻസ്പോസ് കിട്ടിയാൽ നിങ്ങൾക്ക് ഹെർമീഷ്യൻ മെട്രിക്സ് ആയി. ആ ഹെർമീഷ്യൻ മെട്രിക്സ് ഇൻറ്റു എഫ് ചെയ്ത് കഴിഞ്ഞാൽ ഐ കിട്ടുവാണെങ്കിൽ, ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടുവാണെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി പ്രൂവ് ആയി. അപ്പൊ ചെയ്ത് നോക്കാം, ചെയ്തിട്ട് പറയാൻ കിട്ടുന്നുണ്ടോ? ഓക്കെ, അപ്പൊ എഫ് എച്ച് കിട്ടിയോ അഭിജിത്ത്? എഫ് എച്ച് കിട്ടിയോ? കിട്ടി. എന്താ കിട്ടിയത്? 1 1 1 1. നോക്കാം. 1 1 1 1 അല്ല. എഫ് എച്ച് എന്താ വന്നത്? 1 1 1 1. 1 j minus 1 minus j. 1 j. 1 പറഞ്ഞോളൂ. 1 j. 1 j minus 1 minus j. Minus 1 minus j. Then 1 minus 1 1 minus 1. 1 minus 1 1 minus 1. 1 minus j 1 minus 1 j. 1 minus j minus 1 j. ശരി, ഇതാണ് നമ്മളിത് കിട്ടിയത്. നമുക്ക് എന്നെ പ്രൂവ് ചെയ്യേണ്ടത് എഫ് ഇൻറ്റു എഫ് എച്ച് അല്ലേ? എഫ് ഇൻറ്റു എഫ് എച്ച് ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടുന്നുണ്ടോ നോക്കുക. നിങ്ങൾ ചെയ്ത് നോക്ക്. എഫ് അറിയാം, എഫ് ഇൻറ്റു ഈ മെട്രിക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി പ്രൂവ് ചെയ്തു.
കിട്ടുന്നുണ്ടോ അഭിജിത്ത്? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാർ. ആ ശരി ശരി ശരി. ഹർഷ മനസ്സിലാവുന്നില്ല? ദീപ്തി ക്ലിയർ ആണോ പറയുന്നത്? പാർവതി സൗമ്യ കിട്ടിയോ? ഇല്ല സർ, ചെയ്യുന്ന ചെയ്തോ ചെയ്തോ. സനില ചെയ്യുന്നില്ല? അശ്വിൻ ഡൗട്ട് ഉണ്ടോന്നെങ്കിലും? പറഞ്ഞ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കോ. കിട്ടിയോ? അപ്പോ ആൻസേഴ്സ് കിട്ടിയോ? വാല്യൂസ് കിട്ടിയോ? കിട്ടിയവര് പറയാം. അതായത് എന്താ ഒരു 4 0 0 0 4 0 0 0 0 4 0 0 0 0 4 0 0 0 0 4. ഇതിനെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്താം? 4 into എഴുതാം. 4 into എഴുതാം 1 0 0 0 0 1 0 0 0 0 1 0 0 0 0 ഈ രീതിയിൽ എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ മെട്രിക്സ് വെച്ചിട്ട് നമ്മൾ പ്രൂവ് ചെയ്തു അല്ലേ. അപ്പോൾ ഇതിനെയാണ് യൂണിറ്ററി പ്രോപ്പർട്ടി എന്ന് പറയാം. എ ഇൻറ്റു എ എച്ച്, എ ഹെർമേഷ്യൻ എന്ന് പറയുന്നത് ഐ, അല്ലെങ്കിൽ എഫ് ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എഫ് കോൺജുഗേറ്റ് എഫ് ട്രാൻസ്പോസ്. അപ്പോൾ ആ രണ്ട് ഇക്വേഷൻസും ശരിക്കും പഠിച്ചു വെക്കാം. ദറ്റ് ഈസ് എ പ്രൂഫ് ഓഫ് യൂണിറ്ററി പ്രോപ്പർട്ടി. ഓക്കെ, മനസ്സിലായോ? സൗമ്യ കിട്ടിയോ? ആ സർ, കിട്ടി. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പഠിക്കുന്നത് നെക്സ്റ്റ് പീരിയോഡിസിറ്റി ആണ് കേട്ടോ. നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് മാത്രം നോക്കിയാൽ മതി. പ്രോപ്പർട്ടീസ് എന്താണ് സ്റ്റേറ്റ്മെന്റ്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച പോലെ വലിയ പ്രൂഫുകൾ അങ്ങനെ ചോദിക്കാറില്ല. അപ്പോൾ അതിന്റെ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് പഠിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ പീരിയോഡിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ സിഗ്നലിന്റെ കേസിലുള്ള പീരിയോഡിസിറ്റി പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഇതിലും പ്രോപ്പർ ഇത് പറയാം. ഇമേജിന്റെ കേസിൽ നമുക്ക് പീരിയോഡിസിറ്റി പ്രോപ്പർട്ടി സ്റ്റേറ്റ് ചെയ്യാം. എന്താണ് ഇപ്പോൾ യു ഓഫ് എം എൻ, ഇതാണ് നമ്മുടെ സ്പേഷ്യൽ ഡൊമൈനുള്ള ഇമേജ്. അത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന വി ഓഫ് കെ എൽ, അതായത് ഇത് ഫ്രീക്വൻസി ഡൊമൈനുള്ള ഇമേജ് ആണെന്ന് വെക്കുക. അതായത് ഇതിനെ 2D DFT ചെയ്തിട്ടാണ് നമുക്ക് വി ഓഫ് കെ എൽ, ദാറ്റ് ഈസ് ദ 2D DFT ഓഫ് യു ഓഫ് എം എൻ ഈസ് വി ഓഫ് കെ എൽ. ഇങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, യു ഓഫ് എം പ്ലസ് എൻ എൻ പ്ലസ് എൻ. അതായത് നമ്മളൊരു പീരിയോഡിസിറ്റി യു ഓഫ് എം പ്ലസ് എൻ എൻ പ്ലസ് എൻ യു ഓഫ് എം എൻ ആണെങ്കിൽ, അതായത് നമ്മുടെ ഇൻപുട്ട് സ്പേഷ്യൽ ഡൊമൈനുള്ള ഇമേജ് പീരിയോഡിക് ആണെങ്കിൽ എന്തായിരിക്കും, വി ഓഫ് കെ പ്ലസ് എൻ എൽ പ്ലസ് എൻ എന്ന് പറയുന്നത് വി ഓഫ് കെ എൽ ആയിരിക്കും. അപ്പോൾ ദിസ് ഈസ് സെയിം ആസ് ദ പ്രോപ്പർട്ടി ഓഫ് വൺ ഡയമെൻഷൻ പീരിയോഡിക് പ്രോപ്പർട്ടി ഓഫ് DFT. നമ്മൾ 2 ഡയമെൻഷനിൽ പറയുന്നത് മാത്രമേ ഉള്ളൂ. യു ഓഫ് എം എൻ 2D DFT ഓഫ് യു ഓഫ് എം എൻ, ഇഫ് 2D DFT ഓഫ് യു ഓഫ് എം എൻ ഈസ് വി ഓഫ് കെ എൽ ആണെങ്കിൽ, യു ഓഫ് എം പ്ലസ് എൻ എൻ പ്ലസ് എൻ ദറ്റ് ഈസ് ഈക്വൽ ടു യു ഓഫ് എം എൻ ആണെങ്കിൽ, അതായത് സ്പേഷ്യൽ ഡൊമൈൻ അത് പീരിയോഡിക് ആണെങ്കിൽ, സിമിലർലി ഇൻ ഫ്രീക്വൻസി ഡൊമൈൻ ആൾസോ ഇറ്റ് ഷോസ് ദാറ്റ് പീരിയോഡിസിറ്റി. ഓക്കെ, അതാണ് പ്രോപ്പർട്ടി. മനസ്സിലായില്ലേ പറഞ്ഞേ? ഓക്കെ, മനസ്സിലായില്ല എല്ലാവർക്കും? മനസ്സിലായില്ലേ ശിശിര? നെക്സ്റ്റ് വരുന്നത് സ്പേഷ്യൽ ഷിഫ്റ്റ് ആണ് കേട്ടോ. സ്പേഷ്യൽ ഷിഫ്റ്റ് നമ്മൾ ടൈം ഷിഫ്റ്റ് പോലെ ഇതിൽ സ്പേഷ്യൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത് യു ഓഫ് എം എന്നിന്റെ DFT ആണ്. യു ഓഫ് എം എൻ 2D DFT ആണ് വി ഓഫ് കെ എൽ എങ്കിൽ ഞാനൊരു ഷിഫ്റ്റ് കൊടുക്കുന്നു, യു ഓഫ് എം മൈനസ് M0 ഒരു ഷിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻ, 2D DFT എന്തായിരിക്കും സംഭവിക്കുക, വി ഓഫ് കെ എൽ ഇൻറ്റു എന്തുവരും, ഇ റൈസ് ടു മൈനസ് ജെ 2π M0 കെ കേട്ടോ. അത് ഓർത്ത് വെക്കുക. ഇതാണ് സ്പേഷ്യൽ ഷിഫ്റ്റ് പ്രോപ്പർട്ടി. അഭിജിത്ത് ക്ലിയർ അല്ലേ പറഞ്ഞത്? സർ ക്ലിയർ. നെക്സ്റ്റ് സ്കെയിലിംഗ് ആണ്. നെക്സ്റ്റ് പ്രോപ്പർട്ടി സ്കെയിലിംഗ് പ്രോപ്പർട്ടിയിൽ ഇതേപോലെ തന്നെ യു ഓഫ് എം എൻ, ഇഫ് യു ഓഫ് എം എൻ DFT ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വി ഓഫ് കെ എൽ കിട്ടുവാണെങ്കിൽ നമ്മളെന്താ സ്കെയിൽ ചെയ്യുന്നു, യു ഓഫ് എ എം ഇൻറ്റു ബി എൻ, അതായത് നമ്മൾ ആ പിക്സൽ വാല്യൂസിന് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്കെയിൽ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതിന് അങ്ങനെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് 1/a ഇൻറ്റു ബി വി ഓഫ് കെ ബൈ എ എൽ ബൈ ബി ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ DFT എന്ന് പറഞ്ഞാൽ സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ DFT എന്ന് പറഞ്ഞാൽ എന്ത് വരും, അവിടെ ഒരു 1/AB മൾട്ടിപ്ലൈ ചെയ്ത്, സിമിലർലി there will be a stretching in frequency k by a, L by b. ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ശരിക്കും നോക്കി വെക്കും കേട്ടോ. നെക്സ്റ്റ് പ്രോപ്പർട്ടി കോഞ്ചുഗേറ്റ് സിമെട്രി ആണ് കേട്ടോ. കോഞ്ചുഗേറ്റ് സിമെട്രി conjugate symmetry.
u of mn എന്ന മെട്രിക്സ് കോൺജുഗേറ്റ് u star of mn ആണെന്ന് വിചാരിക്കുക. ഓക്കെ ഓക്കെ അപ്പൊ u star of mn ന്റെ DFT നമ്മൾ കാണുകയാണെങ്കിൽ that will be u of mn ന്റെ DFT ആണ് v of k അല്ലേ. ഓക്കെ ഇനി u star of mn ന്റെ DFT അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും വരിക? v of v star of n minus k into രണ്ടും നമ്മൾ ഇതിന്റെ മെട്രിക്സ് എന്ന് പറയുന്നതിന്റെ സൈസ് എന്ന് പറയുന്നത് n ആണെങ്കിൽ n മൈനസ് കെ n മൈനസ് എൽ എന്ന് വരും. ഓക്കെ ഡിഫറെന്റ് ആണെങ്കിൽ നമുക്കിവിടെ m എന്ന് വേണമെങ്കിൽ എഴുതാം. m മൈനസ് കെ ഇൻറ്റു n മൈനസ് എൽ എന്ന് പറയും. ഓക്കെ അത് നോക്കി നോക്കാം. അല്ല ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കട്ടോ, എഴുതി വെക്കണം എല്ലാവരും. അനുവിന്ദ് മനസ്സിലാവുന്നില്ല? അനുവിന്ദ് അവിടെ ഇല്ല എല്ലാവരും. അരുൺ ക്ലിയർ അല്ല പറയുന്നത്? ഓക്കെ സന്നില്ല? ഓക്കെ നെക്സ്റ്റ് വരുന്നത് മൾട്ടിപ്ലിക്കേഷൻ ബൈ എക്സ്പോണൻഷ്യൽ കേട്ടോ. അടുത്ത മൾട്ടിപ്ലിക്കേഷൻ ബൈ എക്സ്പോണൻഷ്യൽ. അടുത്ത പ്രോപ്പർട്ടി മൾട്ടിപ്ലിക്കേഷൻ ബൈ എക്സ്പോണൻഷ്യൽ. എന്താ ചെയ്യുന്നത്? നമ്മൾ ഈ പറഞ്ഞ പോലെ ഇഫ് u of mn is the v of k is the 2D DFT of u of mn ആണെങ്കിൽ നമ്മൾ u of mn നെ ഞാൻ എന്ത് ചെയ്യുന്നു? എക്സ്പോണൻഷ്യൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത് e raised to j2 pi m into k0 by n ഇവിടെ e raised to j2 pi n into l0 by n. ഇങ്ങനെ രണ്ട് എക്സ്പോണൻഷ്യൽ വെച്ച് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യണം DFT. ഓക്കെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ DFT എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ്പോണൻഷ്യൽ വെച്ചിട്ട് നമ്മൾ സ്പേഷ്യൽ ഡൊമൈനിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഡൊമൈനിൽ വിൽ ഗെറ്റ് എ ഫ്രീക്വൻസി ഷിഫ്റ്റ്. ഓക്കെ അപ്പോൾ v of kl ആണ് നമ്മുടെ DFT എന്നറിയാം. സോ ദർ വിൽ ബി k മൈനസ് k0, അതുപോലെ തന്നെ l മൈനസ് l0 ഉണ്ടാവും. ഈ വാല്യൂ e raised to j2 pi mk0 by n ഉം e raised to j2 pi nl0 by n ആണെങ്കിൽ there will be a frequency shift such that v of k minus k0 l minus l0 ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവും. ഓക്കെ ഇനി വേറൊരു പ്രോപ്പർട്ടിയാണ് DFT മെട്രിക്സ്. നമ്മളൊരു സർക്കുലർ മെട്രിക്സിന് നമ്മൾ DFT മെട്രിക്സ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ സർക്കുലർ മെട്രിക്സിൽ നമ്മളൊരു DFT അപ്ലൈ 2D DFT അപ്ലൈ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ഡയഗണൽ മെട്രിക്സ് ആയിരിക്കും. ഓക്കെ അത് ഓർത്ത് നോക്കാം. സർക്കുലർ മെട്രിക്സിന് നമ്മൾ DFT അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? അതായത് സർക്കുലർ മെട്രിക്സ് നമ്മൾ പഠിച്ചാണ്. അതിൽ DFT അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? എപ്പോഴും ഒരു ഡയഗണൽ മെട്രിക്സ് ആയിരിക്കും. അതായത് DFT diagonalize the circular matrix ഒരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു DFT മെട്രിക്സ് വെച്ചിട്ട് ഒരു മെട്രിക്സിന്റെ DFT 2D DFT അപ്ലൈ ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ നിങ്ങളൊരു പ്രോബ്ലം എഴുതിക്കോളൂ. കമ്പ്യൂട്ട് compute 2D DFT of 2D DFT of 2D DFT of a 4x4 grayscale image. 2D DFT of 4x4 grayscale image u of mn
U of Mn is equal to 1 1 1 1 1 1 1 1 ഒരു മെട്രിക്സിന്റെ DFT ആണ് കണ്ടത്. 2D DFT ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ എഴുതിയ എല്ലാവരും എഴുതിയോ? അഭിജിത്ത് ക്വസ്റ്റ്യൻ എഴുതിയോ? സാർ എഴുതി. ഓക്കെ, അപ്പൊ U of Mn നമുക്കെല്ലാം 1 ആണ് അല്ല, ഒരു 4x4 മെട്രിക്സ് ആണ്. All elements are 1 and we need to find out the 2D DFT of that particular U of Mn. അപ്പൊ എങ്ങനെ ചെയ്യും? ജനറലി നമ്മൾ 2D DFT അപ്ലൈ ഞാൻ പറഞ്ഞ മെട്രിക്സ് ഓപ്പറേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ സപ്പോസ് U ആണ് നമ്മുടെ ഇൻപുട്ട്, അതായത് സ്പേഷ്യൽ ഡൊമൈനിലുള്ള മെട്രിക്സ്. U ആണ് സ്പേഷ്യൽ ഡൊമൈനിലുള്ള മെട്രിക്സ്. ഓക്കെ, ഇനി F ആണ് നമ്മുടെ മെട്രിക്സ്, ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ്. DFT ആയിക്കോട്ടെ, DCT ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഈ F ആണ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് V കിട്ടണം. V എന്ന് പറയുന്നത് എന്താണ്? V എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഡൊമൈനിലുള്ള മെട്രിക്സ്, ഫ്രീക്വൻസി ഡൊമൈനിലുള്ള റെപ്രസെന്റേഷൻ. അപ്പൊ അതിനെ കൺവേർട്ട് ചെയ്യണം. ടൈം ഡൊമൈനിലുള്ള, സ്പേഷ്യൽ ഡൊമൈനിലുള്ള വി നീഡ് ടു കൺവേർട്ട് ടു ഫ്രീക്വൻസി ഡൊമൈൻ. അപ്പൊ അതിനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് എപ്പോഴും V is equal to F U F ആയിരിക്കും. ഓർത്ത് വെക്കണം കേട്ടോ, F U F. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ട്രാൻസ്ഫോർമേഷൻ ചെയ്യുക, ട്രാൻസ്ഫോം ചെയ്യുക. F എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ്. U എന്ന് പറയുന്നത് എന്താണ്? സ്പേഷ്യൽ ഡൊമൈനിലുള്ള മെട്രിക്സ് അല്ല. V എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഡൊമൈനിലുള്ള കൺവേർട്ടഡ് മെട്രിക്സ്, ഫ്രീക്വൻസി ഡൊമൈനിലുള്ള റെപ്രസെന്റേഷൻ. അപ്പം V കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? F U F ആയിരിക്കും. ഈ കേസിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? F കണ്ടുപിടിക്കണം. F എന്നാണ് നിങ്ങളോട് DFT ആവശ്യമില്ല. അപ്പം ഏത് F നമ്മൾ കണ്ടുപിടിക്കോ? ഇതിന് നമുക്കെന്താ, നമുക്ക് തന്നിട്ടുള്ള ഒരു 4x4 ഇമേജ് ആണ് അല്ലെ. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള F കണ്ടുപിടിക്കണം. ഒരു 4x4 DFT മെട്രിക്സ് കണ്ടുപിടിക്കണം. അപ്പൊ 4x4 DFT മെട്രിക്സ് നിങ്ങൾക്ക് അറിയില്ലേ, നമ്മളിപ്പോ കണ്ടുപിടിച്ച മെട്രിക്സ്. അപ്പൊ 4x4 DFT മെട്രിക്സ് വെക്കുക നിങ്ങൾ അവിടെ, ഇൻറ്റു U ഇൻറ്റു അഗെയിൻ 4x4 DFT മെട്രിക്സ്. അത് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ചെയ്ത് നോക്കോ എന്താ കിട്ടുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? അരുൺ മനസ്സിലായോ? അഭിജിത്ത് മനസ്സിലായോ? മനസ്സിലായി. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ ശരിക്കുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞത് ഇപ്പം DFTന്റെ കേസിലാണ്ടാണ് FUF എന്ന് ശരിക്ക് ഉള്ള ഇക്വേഷൻ ശരിക്ക് അതും കൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പം V ആണ് നമ്മുടെ ഔട്ട്പുട്ട് ഇത്. ഓക്കെ, സപ്പോസ് എന്താണ്? F ആണ് നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് F. ഓക്കെ, ഇനി ഇവിടെ U of Mn ആണ് നമ്മുടെ ഇൻപുട്ട് മെട്രിക്സ്. ഇനി ഇത് ശരിക്കുള്ള നോർമൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ F U of Mn F ട്രാൻസ്പോസ് ഉണ്ട് കേട്ടോ. നമ്മളിവിടെ F U F എന്ന് എഴുതി എന്തുകൊണ്ടാണ്? ഇവിടെ DFT മെട്രിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിലെന്താണ്? F എന്ന് പറഞ്ഞാൽ F ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ സിമിലർ ആണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? F U F എന്ന് എഴുതിയത്. അപ്പോൾ ജനറലി ഉള്ള ഇക്വേഷൻ F ഇൻറ്റു U of Mn ഇൻറ്റു F ട്രാൻസ്പോസ് ആണ്. ഈ F എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യുന്ന കേണൽ എന്ന് പറയും, അല്ലെങ്കിൽ എന്താണ്? ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എന്ന് പറയും. ഓക്കെ, ആ മെട്രിക്സ് നമ്മുടെ ഇൻപുട്ട് മെട്രിക്സ്, ആ മെട്രിക്സിന്റെ ട്രാൻസ്പോസ്, അതാണ് ഇക്വേഷൻ. ഈ കേസിൽ എന്താണ്? FUF ആണ്. FUF ആണ് കാരണം F is equal to F ട്രാൻസ്പോസ് ആണ്. DFTയിലും DCTയിലും ഒക്കെ അങ്ങനെ തന്നെ വരും. ഓക്കെ, ഇപ്പൊ ചെയ്ത് നോക്കാം. അപ്പൊ എങ്ങനെ വരുക? F മെട്രിക്സ് നിങ്ങളിപ്പോ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ. ഇൻറ്റു ഈ പറഞ്ഞ നമുക്ക് മോളിൽ ക്വസ്റ്റ്യനിൽ തന്ന U of Mn ഇൻറ്റു അഗൈൻ ആ മെട്രിക്സ് ആണ്. അപ്പൊ എന്നിട്ട് എന്താ കിട്ടുന്നത് നോക്ക്. സൗമ്യ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അർച്ചിത കേൾക്കുന്നില്ലേ? ക്ലിയർ ആണോ അർച്ചിത പറയുന്നത്? പറഞ്ഞ മനസ്സിലായോ അർച്ചിത?
ദീപ്തി, ആ സർ. ഹരിത, ഗോപിക ചെയ്യുന്നുണ്ടോ? ചെയ്ത് നോക്കുക. എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മളിപ്പോൾ പഠിച്ച 1 1 1 1 1 മൈനസ് ആ മെട്രിക്സ് എടുക്കുക, ഇൻറ്റു ഈ മെട്രിക്സ്, ഇൻറ്റു അഗെയിൻ ആ മെട്രിക്സ് തന്നെ. എന്താ കിട്ടുന്നത് നോക്കുക. ഡി എഫ് ടി മെട്രിക്സ് എന്തായിരുന്നു? 1 1 1 1 അല്ലേ? 1 മൈനസ് ജെ മൈനസ് 1 ജെ ഇൻറ്റു നമ്മുടെ ഈ മെട്രിക്സ്. ആദ്യം അത് രണ്ടും മൾട്ടിപ്ലൈ, അതിനുശേഷം ആ റിസൾട്ടിനെ വേണം അടുത്ത് വെച്ച് മൾട്ടിപ്ലൈ കേട്ടോ. അഗെയിൻ ഇതിന്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് തന്നെയാണ്. ആദ്യം ഇത് രണ്ടും മൾട്ടിപ്ലൈ, അതിനുശേഷം അടുത്ത മെട്രിക്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞോ അഭിജിത്ത്? ആദ്യത്തെ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ എന്താ കിട്ടിയ? അത് ഫസ്റ്റിലത്തെ റോ 4 മാത്രം, ബാക്കിയെല്ലാം 0. ഇങ്ങനെയായിരിക്കും ഫസ്റ്റും രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഇൻറ്റു അടുത്തത് എന്താ കിട്ടുന്നത് നോക്കാം. സനില കിട്ടിയോ? മറ്റേതും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്താ വരുന്നത് നോക്കിയാ. ജസീം കേൾക്കുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ ജസീം? ചെയ്ത് നോക്കണേ. ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്താ കിട്ടിയ അഭിജിത്ത്? ഫസ്റ്റിലത്തെ എലമെന്റ് 16, ബാക്കിയെല്ലാം 0 ആയിട്ട്. ഫസ്റ്റ് എലമെന്റ് 16 ബാക്കിയൊക്കെ 0 ആണ് വരിക. ഇതായിരിക്കും ആൻസർ കേട്ടോ. അത് ചെയ്ത് കണ്ടുപിടിക്കും. ഓക്കെ, ദിസ് ഈസ് ദ മെത്തേഡ് ടു ഫൈൻഡ് ഔട്ട് DFT ഓഫ് എ പെർട്ടിക്കുലർ മെട്രിക്സ്. ഓക്കെ, ഒരു മെട്രിക്സ് ഇമേജ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. DFT നിങ്ങളോട് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് തന്ന 4x4 മെട്രിക്സ് ആയതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തത്. സപ്പോസ് നിങ്ങൾക്ക് 2x2 ആണ് തരുന്നത്, 2x2 ഇമേജ് ആണ് തരുക. അപ്പൊ നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം? ആദ്യം 2x2 മെട്രിക്സ് കണ്ടുപിടിക്കണം, DFT മെട്രിക്സ് ആദ്യം കണ്ടുപിടിക്കണം, അതിനുശേഷമാണ് അത് ചെയ്യാം. സപ്പോസ് ഒരു 5x5 ഇമേജ് ആണ് എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് 5x5 DFT മെട്രിക്സ്. അത് വെച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. മനസ്സിലായോ? ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. അത് ചെയ്തു നോക്കുക, തെറ്റിക്കാണ്ട് ചെയ്യാം.